ഈ ജനലിന്റെ ഒരു സൈഡിൽ ഒരു പെയിന്റ്, താഴെ വേറൊരു പെയിന്റ്, അങ്ങനെ മൊത്തം 3 പെയിന്റ് കണ്ടുണ്ട്, വേറെ സൈഡിൽ വേറെ പെയിന്റ്. അപ്പൊ ഈ 3 ഓരോന്ന് അടിച്ച് ഉണങ്ങി കഴിഞ്ഞ് ഫ്രോക്ക് ടേപ്പ് ഒട്ടിച്ച് നമുക്ക് അടുത്തടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് അടിക്കണം, വേറെ നിവൃത്തിയില്ല. അല്ല, ഏറ്റവും കോമഡി എന്താ അറിയോ, ഈ ഫ്രോക്ക് ടേപ്പ് അടിച്ചത് മൊത്തം അടിച്ചു. ഈ ഫ്രോക്ക് ടേപ്പ് യൂട്യൂബിൽ ഫിനിഷ് കണ്ടിട്ടില്ലേ, ഇത് പറക്കുന്ന ഇങ്ങനെ വര ഞങ്ങൾ ഈ സാധനം പറിച്ചു കഴിഞ്ഞപ്പോ വര പോയിട്ട് ഈ ഫ്രോക്ക് ടേപ്പ് ഒട്ടിച്ചോണ്ട് ഒരു ഗുണവും. നമ്മള് ഫ്രോക്ക് ടേപ്പ് ഒട്ടിക്കുമ്പോ ആ സൈഡ് നല്ലപോലെ തേക്കണം. അപ്പൊ നമ്മള് ചുമ്പ ഒട്ടിച്ചു വെച്ച് കഴിഞ്ഞാല് ഗ്യാപ്പിലേക്ക് വെള്ളമല്ലേ, വെള്ളം കയറും. അപ്പൊ നമ്മള് മോളൊക്കെ ഒട്ടിക്കുമ്പോ നമ്മളിങ്ങനെ ഏഞ്ഞു വരിഞ്ഞൊക്കെ ഒട്ടിക്കുന്നത്, നമ്മുടെ ടൂളൊന്നുമില്ല. ഈ സൈഡിൽ അവരുടെ കട്ടിലിന്റെ ഇതിലേക്ക് കയറി ഏഞ്ഞു വരിഞ്ഞൊക്കെ ഇങ്ങനെ ഒട്ടിക്കുന്നത്. കാരണം റൂഫ് അടിക്കണം, സൈഡൊക്കെ അടിക്കണം. അപ്പൊ നമ്മളിങ്ങനെ ഒട്ടിച്ചു പോകുമ്പോ ഒട്ടിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് ഒട്ടിച്ച് കഴിഞ്ഞ് പെയിന്റ് അടിച്ച് തേക്കുന്നു. തേച്ച് കഴിഞ്ഞ് വരച്ചു കഴിഞ്ഞപ്പോ ഈ പെയിന്റിന്റെ പകുതി എവിടെയും ആ പെയിന്റിന്റെ പകുതി ഇവിടെ. അതാ പിറ്റേ ദിവസം കട്ടിങ് വിളിച്ചത്, പിറ്റേ ദിവസം വന്നത്. അപ്പൊ ഈ കട്ടിങ്ങും ചെയ്യണം, അതേപോലെ ജനലിന്റെ കട്ടിങ്ങും ചെയ്യണം. അങ്ങനെ എല്ലാ കട്ടിങ്ങും ഷാർപ്പ് ആയിരിക്കണം. ഇപ്പൊ പെയിന്റ് ഇരിക്കുന്നുണ്ടല്ലേ, ഷാർപ്പ് ആയിരിക്കണം. മുകളിലോ അത് കണ്ടോ, ഈ പെയിന്റ് മുകളിലേക്ക് കയറിയിട്ടില്ല, ഷാർപ്പ് ആയിരിക്കണം. ഇതിന്റെ വേറെ അപ്പൊ അങ്ങനെ ഷാർപ്പ് ആയിരിക്കണം. അപ്പൊ പുള്ളിക്കാരി പിറ്റേ ദിവസം വന്ന് ഓരോ സൈഡിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കും. ഞങ്ങൾ രണ്ടുപേരും 2 റൂമിൽ നിൽക്കുക. ഏത് റൂമിലേക്കാണോ പുള്ളിക്കാരി വരുന്നത് അന്നേരം ഇപ്പുറത്തെ റൂമിലേക്ക് വിളിക്കണം. അങ്ങനെയാണ്. അപ്പോൾ പുള്ളിക്കാരി ആ റൂമിൽ വന്നിട്ട് ഇങ്ങനെ, അപ്പൊ ഞങ്ങൾ ഈ പ്രശ്നങ്ങളുള്ള സൈഡിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പൊത്തി നിൽക്കും. അവിടെ ഞങ്ങൾ ബെഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ പുള്ളിക്കാരി ഇപ്പുറത്തേക്ക് നോക്കാം. പെയിന്റിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞങ്ങൾ തുണിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. നോക്കുമ്പോ മാനേജർ 2 പേര്, മാനേജർ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ നിന്ന് ജോലി ചെയ്യിപ്പിക്കുന്നു. വേറെ എന്ത് വേണം? കോമഡി. അവിടുന്ന് കാശൊന്നും മേടിച്ചില്ല. അന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. 3 ദിവസം വെറുതെ പണി എടുത്തു. 3 ദിവസം 2 ആൾക്കാർ വെച്ച്. അതോടുകൂടി ഞങ്ങളുടെ പെയിന്റിംഗ് ബിസിനസ്സും അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ് പിന്നെയും കുറെ പണികൾ വന്നു. നമ്മൾ ആ പണിയൊക്കെ ചെയ്തു. ആദ്യത്തെ ഊമ്പി കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറെ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ പണി പഠിച്ചു. അത് കഴിഞ്ഞ് എക്സ്റ്റീരിയർ പെയിന്റ് അടിക്കാൻ പോയി. എക്സ്റ്റീരിയർ 3-4 വീട് പെയിന്റ് അടിച്ചു. അത് വേറെ വേറെ 5ന്റെ പൈസ ഇല്ല. ക്രെഡിറ്റ് കാർഡ് ഇത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും നയാഗ്ര പോയി പുല്ല് വെട്ടി. കഴപ്പിന് അതിനൊന്നുമില്ല. ഞാൻ പോയി. അത് അന്ന് വണ്ടി ഓടിക്കുന്നതല്ല, നമ്മളൊരു $10-20 എക്സ്ട്രാ എണ്ണയ്ക്ക് കൊടുക്കുന്നതല്ല. അന്ന് നമുക്ക് എന്ത് കിട്ടിയാലും അത് തെറാപ്യൂട്ടിക് പറഞ്ഞു. തെറാപ്യൂട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് വെട്ട ഇത്. അപ്പൊ ഒരു മെഷീൻ ഉണ്ട്, മറ്റേ റാംബോയുടെ ആ റാംബോ ഇങ്ങനെ വെക്കുന്ന ഗണ്ണ് പോലത്തെ ഒരു മെഷീനാണ് ഈ പുല്ല് വെട്ടുന്ന സാധനം. ഇതെടുത്തിട്ട് ഇങ്ങനെ ശരിക്കും റാംബോ പോലെ ഇങ്ങനെ മലയൊക്കെ അങ്ങ് വെട്ടി തരത്തും. അത് വേറൊരു ട്രിപ്പി സാധനമാണ്. നമ്മളിങ്ങനെ കാട് വെട്ടിക്കൊണ്ടിരുന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുൾ സൗണ്ടാ. നമ്മളിന്ന് വണ്ടി വന്നില്ലേ, ആ വണ്ടി നമ്മൾ ഇരുന്നപ്പോ നീ വിറച്ചു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഈ അങ്ങനെയല്ല. നിന്റെ പുതിയ വണ്ടി ഓട്ടോ അവന്റെ കഥയിൽ എന്തിനാണ് ഞാൻ 3 വർഷം EMI ബാക്കിയുണ്ട്. ഓട്ടോറിക്ഷ എന്ന് വിളിച്ചത് ഞാൻ എന്ത് വിളിക്കണ്ട. ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ആ വണ്ടിയില് ഇരുന്നപ്പോ നിനക്ക് അത്രയും വിറച്ചെങ്കിൽ ഈ മിഷൻ നമ്മൾ കൈ പിടിക്കണം. അവനെ അതില് കിടത്തണം. ഈ മിഷൻ നമ്മൾ കൈ പിടിക്കണം. ഓക്കെ, കൈ പിടിച്ച് നമ്മൾ ഇങ്ങനെ വെട്ടുക. കാരണം വേറെ ഒന്നും തൂക്കിയിടാനോ ഒന്നും ഇല്ല, നമ്മുടെ കയ്യിലാണ് മിഷൻ മൊത്തം ഇരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഇത് 6 years into കാനഡ. IELTS ഓവറോൾ 8, +2 80% മാർക്ക്. ഇവിടുത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. 6 വർഷത്തിന് ശേഷം ഡയാഗ്രിയിൽ പുല്ലുവിട്ട് കനേഡിയൻ ലൈഫ്. പക്ഷെ അത് രസമായിരുന്നു. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പുല്ല് കുറെ നേരം നമ്മളൊന്ന് വെട്ടും. അപ്പൊ സംഭവം നമ്മള് ഒരു വലിയ കാടാ, വലിയ കാടല്ല, വലിയൊരു പറമ്പാ. എത്ര ഏക്കറാ? 100 ഏക്കറോ? 28 ഏക്കർ. നടുക്കൊരു മാൻഷൻ. ബാണ് മൊത്തം കൺവേർട്ട് ചെയ്ത് ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ട്, ഹോക്കി റിംഗ്. അങ്ങനെ ഭയങ്കര സീനാ.
ഡെന്റിസ്റ്റിന്റെ നമ്മള് നമ്മുടെ അവിടെ ഉള്ള ഡെന്റിസ്റ്റിന്റെ. എന്നിട്ട് സ്റ്റെർലിംഗ് ഡെന്റല്ലേ പുള്ളിയുടെ ആണ്. വേറൊരു ബാണില് ഒരു മതിയായ JCB 3-4 ട്രാക്ടർ. മറ്റേ അന്ന് ഓർമ്മയുണ്ടോ അന്ന് ഒരു ഫുൾ ചാക്ക് നിറച്ച് സാധനം തന്നെ. അപ്പൊ ഈ 28 ഏക്കർ നിറച്ച് പുല്ല. ഇപ്പൊ വിന്റർ കഴിയുമ്പോഴേക്ക് നമ്മൾ ഈ പുല്ല് മൊത്തം വെട്ടണം. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഓക്കെ ഇത് പുല്ല് മൊത്തം വെട്ടൊന്നും വേണ്ട. അല്ല പെട്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ പോണേ. അപ്പൊ പെറി എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് നമ്മൾ ഹയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഇതെല്ലാം നമ്മൾ വെട്ടിത്തിക്കണം. നമുക്ക് പണിയില്ലാതിരിക്കുവാണ്. ഓക്കെ, അപ്പൊ പുല്ല് വെട്ടാനും മെഷീനും കാര്യങ്ങളൊക്കെ തന്നു, നമുക്ക് പണി വന്നു. വേറെ പാടൊന്നുമില്ല, നമ്മൾ വെട്ടിയാൽ മതി. പിന്നെ നല്ല രസമുണ്ട്. നമ്മൾ നിന്ന് നയിച്ച് വെട്ടും. നയിച്ച് വെട്ടി 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 ഒരു ഫുൾ മലയൊക്കെ പുള്ളി ഉണ്ടല്ലോ. പുള്ളി ഒരു ഉച്ചയൊക്കെ ആയിട്ട് പുള്ളിയൊക്കെ ഒന്ന് ഉച്ചയായിട്ട് വരുമ്പോഴേക്കും മൊത്തം തീർന്നിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ പെറീനെ ഞങ്ങൾക്ക് കണക്ട് ചെയ്ത് വന്ന് കുറവാ. ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ വന്നിട്ട് 2 മല തീർത്തു, ഞങ്ങൾ 3 മല തീർത്തു, ഞങ്ങൾ എത്ര സ്പീഡിലാ ചെയ്തെന്നൊക്കെ. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? പെറിക്ക് ഭയങ്കര ദേഷ്യം. അയാൾ ഇത് നല്ല പൈസക്ക് എടുത്തേക്കണേ, നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ 6 മാസത്തെ കോൺട്രാക്ട് പയ്യെ സാവാശം. പിറ്റേ ദിവസം ഞങ്ങൾ പോയി മെല്ലെ സാധനമൊക്കെ വലിച്ച്. അന്ന് പേർക്ക് ഞങ്ങളോട് ഭയങ്കര ദേഷ്യമായിരുന്നു, അന്ന് മിണ്ടിയില്ല. അത് മെല്ലെ സാധനമൊക്കെ വലിച്ച് 20 മിനിറ്റ് അടിക്കും. ഇങ്ങനെ അടിച്ച് പോയി കഴിഞ്ഞപ്പോ പെരു ഒന്ന് നോക്കിയപ്പോ അന്ന് പെരി ഞങ്ങൾക്ക് വൈകുന്നേരം ബിയറൊക്കെ മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ പെറി എന്ന് പറഞ്ഞ മനുഷ്യൻ നാട്ടില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കർമാരില്ലേ, മറ്റേ ആടിനെ വിൽക്കും റിയൽ എസ്റ്റേറ്റും ചെയ്യുന്ന ബ്രോക്കർമാരില്ലേ, അതാണ് പെറി. പെറി അമ്മാതിരി മൈൻഡ് സെറ്റാ. ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ബിസിനസ്സുകാർ. എന്നിട്ട് ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റിനും കുറെ വിറക് കൊണ്ടേ കത്തിക്കുക, ലംബർ മതിയായ മരങ്ങൾ. അതായത് അവർ ട്രാക്ടർ ഉണ്ട്. അപ്പൊ ഈ ട്രാക്ടറിൽ ഈ 28 ഏക്കർ നമ്മൾ ഈ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് നടക്കണം. ഓക്കെ, ട്രാക്ടർ ഓടിച്ചുകൊണ്ട് നടന്നിട്ട് ആ 28 ഏക്കറിൽ എവിടെയൊക്കെ തടിക്കഷ്ണം കിടപ്പുണ്ടോ ഈ തടിക്കഷ്ണം എല്ലാം പറക്കി ട്രാക്ടറിൽ ഇടണം. എന്നിട്ട് ട്രാക്ടറിന്റെ ട്രെയിലറിൽ ഇടണം. എന്നിട്ട് നമ്മൾ ഇത് ഓടിച്ച് ഈ 28 ഏക്കർ എന്ന് നിരന്ന് നടക്കുന്ന സ്ഥലമൊന്നുമല്ല, ഇങ്ങനെ ഒരു കുന്നായിരിക്കും. കുന്ന് കയറി പിന്നെ ഇങ്ങനെ ഇറക്കായിരിക്കും, പിന്നെ ഇങ്ങനെ ഒരു കുന്നായിരിക്കും, പിന്നെ ഇങ്ങനെ ഇറക്കും. അങ്ങനത്തെ സ്ഥലമൊക്കെ ഇതിലൂടെ നമ്മൾ ഇങ്ങനെ ട്രാക്ടർ ഓടിച്ചുകൊണ്ട് പോകണം ഈ സാധനം വെച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓടിച്ച് പറമ്പിന്റെ അങ്ങേ അറ്റത്തൊരു ഗാർഡിന്റെ സൈഡുണ്ട്, അവിടെ ഇതെല്ലാം കൊണ്ടിട്ട് പിന്നെ വലിച്ചെറിയണം. എന്നിട്ട് ഇത് കത്തിക്കണം. ഇത് ആ വിറക് വർക്കിൽ മാത്രം 2 മാസത്തെ കോൺട്രാക്റ്റാണ്. അപ്പൊ ആ വിറകിന്റെ ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അപ്പൊ ഇത് വെട്ടി കീറി ഞങ്ങൾക്ക് ഇത് വിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഞങ്ങൾ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ പെറി സ്പോട്ടിൽ ഡയലോഗ് പെറി ഡയലോഗ്, യോ ദാറ്റ്സ് നോട്ട് ഗോണ വർക്ക് ഔട്ട്. യു നീഡ് ടു പിക്ക് സംതിങ് ദാറ്റ്സ് എക്സ്ക്ലൂസീവ് ആൻഡ് ഡു ഇറ്റ് എക്സെപ്ഷണലി വെൽ. ഇയാളത് ഏത് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയോ? പുള്ളി പറഞ്ഞാല് നിങ്ങള് വേറെ ആരും ചെയ്യാത്ത ഒരു പരിപാടി എടുത്തിട്ട് അവിടെ ഇഷ്ടംമാതിരി വർക്കുണ്ട്, എല്ലാം ചുമ്മാ കളയുക. നമ്മുടെ ഇവിടെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമാണ്, അവിടെ ചുമ്മാ അവർ കത്തിച്ച് കളയുക, എടുക്കുന്നേ ഇല്ല. പക്ഷെ നീ ഇപ്പൊ മനസ്സിലായോ ഫെയിലിയറിന് പഠിച്ച പാഠങ്ങൾ മനസ്സിലായോ? അപ്പൊ ഇപ്പൊ നമ്മളൊരു പരിപാടി ചെയ്യുമ്പോ ഇതൊക്കെ നമ്മുടെ ലേണിംഗ് അല്ലേ? സത്യം, ഇതൊക്കെ നമ്മുടെ ലേണിംഗ്. ഇത് പുല്ലുവെട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡെലിവറിക്ക് കയറി. ഇപ്പൊ ഊബർ ഈറ്റ്സ്, ആമസോൺ ഫ്ലെക്സ്. ഊബർ ഈറ്റ്സിൽ ഞാൻ തുടങ്ങിയപ്പോ $10 ഒരു മണിക്കൂറിന് $10. അപ്പൊ ഞാൻ അരമണിക്കൂർ കഴിയുമ്പോൾ ചിന്തിക്കും, ഞാൻ എന്തിനു ഊബറിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടുന്നത്? ഇത് ഞാൻ ഊബറിന് അങ്ങോട്ട് പൈസ ഉണ്ടാക്കി കൊടുക്കുമല്ലേ? എൻ്റെ വണ്ടി, എൻ്റെ എണ്ണ, എൻ്റെ സമയം. മണിക്കൂറിന് $10. തിമ്മി പോയി ചായ അടിച്ചാൽ കിട്ടും $14-15. ഞാൻ എന്തിനാ ഈ പരിപാടി ചെയ്യുന്നത്? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, അയ്യോ ഊബറിൽ ചെറിയ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഓർഡർ കിട്ടത്തില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഊബറിൽ ശരിക്കും നിങ്ങൾക്ക് മണിക്കൂറിന് $30. വിൻ്ററിലൊക്കെ മണിക്കൂറിന് ഇപ്പോൾ നമ്മൾ നോക്കണം, ഇപ്പോൾ 5 മിനിറ്റിന് $4 ആണെങ്കിൽ അപ്പോൾ ഒരു മണിക്കൂറാകുമ്പോൾ എത്രയായി? $24 മുകളിൽ പോയി. അങ്ങനത്തെ ഓർഡർ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറിന് 25-30 ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഊബറിൽ. പക്ഷെ ആൾക്കാരിങ്ങനെ പേടിപ്പിച്ച് വെച്ചേക്കോ. ഇത് നമ്മൾ ഫെയിലിയറിൽ നിന്നല്ലടാ പഠിക്കുന്നത്. ഊബർ എടുത്തു, ആദ്യം $10 കിട്ടിയപ്പോൾ ഞാൻ അത് നിർത്തുവാറില്ലല്ലോ. വേറെ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് 2 ഇതുണ്ട്. ഇപ്പം നമുക്ക് ഓൾറെഡി ചെയ്ത ഒരാളുടെ അടുത്ത് നമുക്ക് ചോദിച്ച് അഭിപ്രായം എടുത്ത് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങനെ ഓൾറെഡി ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ച് ഇത് അഡ്വൈസ് എടുക്കുമ്പോൾ അയാൾ
നമുക്ക് തരുന്ന അഡ്വൈസ് അയാളുടെ പേടിയിൽ നിന്ന് തരുന്നതാണോ അതോ അയാളുടെ അച്ചീവ്മെന്റിൽ നിന്ന് തരുന്നതാണോ എന്നുള്ളൊരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവത്തില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം അയാളുടെ പേടിയിൽ നിന്ന് തരുന്നതാണെങ്കിൽ നമ്മൾ അയാളെ പോലെ എൻഡപ്പ് ആവും. അയാളുടെ അത് സത്യം പറഞ്ഞാൽ ഇത് റിസൾട്ട് നോക്കിയാൽ മതി നമുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാനിപ്പോ ഹാങ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് ഇപ്പൊ പറഞ്ഞ മലയാളി ചേട്ടന് ആ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് അയാൾക്ക് ഓൾറെഡി റിസൾട്ട് ഉണ്ട്. ലൈക്ക് ഹീസ് നോട്ട് എ പ്രിറ്റൻഷ്യസ് ഗൈ. പുള്ളി ഒരു മെർസിഡസ് എന്താ പറയുക GLS ഓടിക്കുന്നത്, കൂടിയത് 400 7 സീറ്റർ വണ്ടി. അപ്പൊ ഇത് ഓടിക്കുന്നത് ഇത് പുള്ളി അത് ഷോയ്ക്ക് വേണ്ടി ഓടിക്കുന്നതല്ല. പുള്ളിക്ക് അത്രയും സമ്പത്തുണ്ടായിട്ട് അത് ചെയ്യുന്ന, യു നോ വാട്ട് ഐ ആം സെയിങ്. അപ്പൊ ആ റിസൾട്ട് വെച്ച് നമ്മൾ നോക്കി കഴിയുമ്പോൾ റിസൾട്ട് ഉള്ള ആൾക്കാർ നമുക്ക് തരുന്ന അഡ്വൈസ് എന്തായിരിക്കും? അവർ പ്രോപ്പറായിട്ട് ഫെയിൽ ചെയ്തേന്ന്. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ സംഭവം ജോഷുവ, ഇപ്പം ഇപ്പോൾ ഓരോ ഫെയിലിയറിലും ഇങ്ങനെ ഇൻട്രോസ്പെക്റ്റീവായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാളല്ല. ഇപ്പം നിന്നെ പോലെ നീ ആ സർഫസ് ലെവലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണെങ്കിൽ നിന്റെ അടുത്ത് നിന്ന് ഞാൻ ഉപദേശം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ചിലപ്പോൾ എനിക്കത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞു തരാൻ എനിക്കത് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരത്തില്ല. എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് അത്രയും. നിനക്ക് പറഞ്ഞു മനസ്സിലായോ? കാരണം വേവ് ലെങ്ത് അല്ലടാ. ഇപ്പം ഞങ്ങൾ ഈ സംഭവത്തെ പറ്റി ഇങ്ങനെ അനലൈസ് ഇപ്പൊ ഒരു സാധനത്തിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എങ്ങനെ അതിൻ്റെ അകത്ത് പരാജയപ്പെട്ടു. അപ്പോൾ ഇപ്പൊ ഓരോ ഏരിയ പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വേഗമായിട്ടൊരു ഇൻഷുറൻസ് എടുത്തിട്ട് അതിന്റെ എല്ലാ രീതിയിലും മാർക്കറ്റ് ചെയ്യാൻ നോക്കി. അതിന് വരെ ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണത്തിന് അന്ന് ഒരു നീഷ് പിക്ക് ചെയ്തു. ഉദാഹരണത്തിന് ആ ചിൽഡ്രൻസ് വെൽത്ത് അക്കൗണ്ട് മാത്രം പിക്ക് ചെയ്തു. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിലും ഫേസ്ബുക്ക് ലീഡ് ജനറേഷൻ വഴി നമ്മൾ അത് മാത്രം പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ലീഡ്സിനെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. അങ്ങനെ ഒരു 15 ലീഡിനെ വെച്ചല്ല, അല്ലെങ്കിൽ ഒരു 50 to 100 ലീഡിന് ഒരു മാസം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റി. എവിടെ നിന്ന്? ഫേസ്ബുക്ക് ആഡ്സിൽ നിന്ന് മാത്രം. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു ഫസ്റ്റ് വീട് വിറ്റതിൻ്റെ ഓൾമോസ്റ്റ് $100,000. അതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ലീഡ് റൺ ചെയ്തു. ഒരു $100 എല്ലാ ദിവസവും ആഡ് ക്യാമ്പയിൻ റൺ ചെയ്തു. ഒരു മാസത്തിൽ നമുക്കൊരു 200 ലീഡ്സിനെ കിട്ടില്ലേ? ആ 200 ലീഡ്സിൽ നിന്ന് പൈപ്പ് ലൈൻ ഡ്രെയിൻ ചെയ്ത് ഒരു 20 ലീഡ്സിനെ കൺവേർട്ട് ചെയ്തു. 20 ഡീൽസ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ $100 പ്ലാൻ $2,000 വിൽ മേക്ക് $20,000 ഇൻ ദാറ്റ് മന്ത്. ഇപ്പാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. പക്ഷെ ഇതെപ്പോഴാണ് നമ്മൾ പഠിച്ചത്? ഇതെല്ലാം കഴിഞ്ഞ് പുല്ലും വെട്ടി എക്സ്ക്ലൂസീവ് ഇതിനെപ്പറ്റി എല്ലാം പഠിച്ചു. ഇപ്പൊ എനിക്ക് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന ഒരു ഹംബിൾനെസ് നമുക്ക് അന്നില്ലായിരുന്നു. ഹംബിൾനെസ് ഇല്ല, മച്യൂരിറ്റി ഇല്ല. നമ്മൾ ഇത്ര ഹംബിൾ അല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് പറയാ, ഞാൻ അത്ര ഹംബിൾ അല്ലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഓഫീസിലേക്ക് നമുക്ക് കയറി ചെല്ലുമ്പം അവിടെ നിന്ന് കിട്ടുന്ന ഒരു ആംബിയൻസ് എന്ന് പറയുന്നതും അതെല്ലാം അവിടെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ലിറ്ററലി ഇത് ഞാൻ ചെയ്യുന്ന എക്സാക്ട് കാര്യം ചെയ്യാത്ത ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരാണെന്നുള്ളൊരു അഹങ്കാരം. പക്ഷേ അത് മാത്രമല്ല, ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പം ഇത് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന തീരുമാനം മാത്രമല്ലല്ലോ, അതിനകത്ത് വേറെ ഒരു 100 ഡിസിഷൻസ് വരും. അത് എല്ലാ ദിവസവും ഒരുപാട് ഡിസിഷൻസ് വരും. ആ ഡിസിഷനൊക്കെ എടുക്കുമ്പോഴും ആ ഡിസിഷൻ പ്രോപ്പറായിട്ട് അതിനൊരു ഉത്തരം, ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പറായിട്ടൊരു ഡിസിഷൻ എടുക്കാന്നുള്ള ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഇനീഷ്യലി ഉണ്ടാവത്തില്ല. അത് തോറ്റ് കഴിയുമ്പോഴേ പഠിക്കത്തുള്ളൂ. ശരിക്കും തോറ്റ് കഴിയുമ്പോൾ ആ ഒരു ഹംബിൾനെസ് വരും. അതെ അതെ അതെ, മൈൻഡ് ഓപ്പൺ ആവും. ഏറ്റവും വലിയ ഫീസ് യു വിൽ അണ്ടർസ്റ്റാൻഡ് പല കാര്യങ്ങളും. ഇപ്പൊ ഞാൻ സോറി, ഹോം എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ, ഞാൻ ഇന്നലെ ആ പടം കണ്ടേ. അതിനകത്ത് മറ്റവൻ കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ഇല്ലേ, വാച്ചിലേക്ക് 3 വട്ടം നോക്കിപ്പിച്ചിട്ട് വാച്ചിന്റെ ടൈം ഏതാ, ഡയൽ ഏതാ. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ മിസ്റ്റേക്ക് മൊത്തം ഉണ്ടാക്കിയത്, വേറെ ആരുമല്ല. അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്റെയാണ്. എന്തുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല? അതുണ്ടാക്കിയ സമയത്ത് എന്തുകൊണ്ട് ഞാനത് കണ്ടില്ല? ഞാൻ ലൈവായിട്ട് ഇപ്പം ഞാൻ ഇരിക്കുന്ന എന്താണോ എൻ്റെ ഇതേ കോൺഷ്യസ്നെസ്സിൽ ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്സ് ആണ് അത്. എന്തുകൊണ്ട് ഞാനത് കണ്ടില്ല? അത് കാണാനുള്ള അറിവ് എനിക്ക് അന്നില്ലായിരുന്നു. അഹങ്കാരം മേ ബി ഹമ്പിൾ അല്ലാത്തിരുന്നുകൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ മറച്ചു വെച്ചതായിരിക്കാം. നമ്മൾ ചെയ്യുന്നത് പീക്ക് ഓഫ് ടൈമിലായിരിക്കും ഞാൻ ചിലപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി യു നെവർ നോ. could be maybe I will be at that point where I learn my lesson. ഓർ ഇപ്പം അങ്ങനെ പീക്കും അങ്ങനെ ഇങ്ങനെയെല്ലാം നമ്മളെല്ലാവരും ചെയ്തൊരു കാലമില്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വേറെ വണ്ടി ഉണ്ടായിരുന്നോ? അങ്ങനെ മനസ്സിലായോ? I agree. അല്ല പക്ഷേ നമ്മുടെ ജേണി ബെറ്റർ ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ അതേ ഒരു സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ എനിക്ക് അതെ പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആവത്തില്ല.
it's not the matter of like being perfect. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ഇല്ല. What we are doing is like learning. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ തെറ്റായി തോന്നും, പിന്നെ അത് ഒന്നുകൂടി ശരിയായി തോന്നും. So doesn't mean like you're always seeking what influences you, like what's affecting that you're taking everything in. നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ തൊട്ട് you're taking in all these experiences, so that develops your character and in turn develops your personality, and this personality changes very fastly and frequently. 5 വർഷത്തെ ഡിഫറൻസ് തന്നെ നിങ്ങൾ പുറകോട്ട് എടുത്താൽ മനസ്സിലാവും നിങ്ങൾ ഏത് ലൈക്ക് വിച്ച് ടൈപ്പ് ഓഫ് പേഴ്സൺ യു ആർ, ഹൗ മച്ച് യു ഗ്രോൺ, ഹൗ മച്ച് യു. പക്ഷെ എപ്പോഴും അത് ബെറ്റർ ആവും. if you are going down, that means something wrong. not just the main thing is ഇറ്റ്സ് എ ചോയ്സ് യു മേക്ക്, റൈറ്റ്? അതായത് നമ്മുടെ ഇതൊക്കെ നമുക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് ഒരു വിക്ടിം മെൻറ്റാലിറ്റി കാണും, അല്ലെങ്കിൽ ഇപ്പോൾ കോൺസ്റ്റന്റ്ലി ദീസ് തിങ്സ് ആർ ഹാപ്പനിങ് ടു മീ. അത് കഴിഞ്ഞിട്ട് അത് മാറി ലൈഫ് ഈസ് നോട്ട് ഹാപ്പനിങ് ടു യു, ലൈഫ് ഈസ് ഹാപ്പനിങ് ഫോർ യു. അപ്പോൾ അങ്ങനത്തെ കുറേ എന്താ പറയുക മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ഇങ്ങനെ വരണം. കുറേ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വന്ന് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ്ലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. I think എൻ്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ മൈൻഡ് സെറ്റ് മതി, ഓപ്പൺ ടു ലൈക്ക് ഓപ്പൺ മൈൻഡ് വേണം. യു ആർ ഒരു ഡെഫിനിറ്റ് അത് സ്റ്റബേർനെസ്സോ അല്ലെങ്കിൽ ഇന്ന ഇത് തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ഇതില്ല. യു ആർ ഓപ്പൺ ടു സീക്ക് നോളജ്, യു ആർ ഓപ്പൺ ഒരു നാരോ ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ. ഇന്നിപ്പം വണ്ടി ഉണ്ട്, നാളെ ബസ്സിൽ പോകാനും ഞാൻ റെഡിയാ, അങ്ങനത്തെ ഒരു മൈൻഡ് വേണം. എടാ ഇത് ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, ആൽക്കെമിസ്റ്റ് പൗലോ കൊയ്ലോയുടെ. ഇത് വായിച്ചിട്ടുണ്ടോ? കുറച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ബുക്കാണ്. ഞാൻ അതൊരു 6-8 തവണ ഇങ്ങനെ ഞാൻ കേട്ടോണ്ടിരിക്കും കോൺസ്റ്റൻ്റ്ലി. കാരണം ഓരോ തവണ കേൾക്കും തോറും ആ പുസ്തകത്തിൽ ഞാൻ ഇതുവരെ കേൾക്കാത്ത പല കഥകളും വരും. അങ്ങനത്തെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ബുക്ക് അത്. അപ്പോൾ നീ വായിച്ചിട്ടുണ്ടോ അത്? ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുറച്ചൊരു സിനോപ്സിസ് പറഞ്ഞുതരാം. ഒത്തിരി ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല, കാരണം നിങ്ങൾ ആ പുസ്തകം വായിക്കുവാണെങ്കിൽ നല്ല പുസ്തകം, ഒത്തിരി നല്ല പുസ്തകം. ഇപ്പോൾ ഒരു പയ്യൻ, അവൻ ജനിക്കും, അവൻ്റെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിക്കും. അവൻ്റെ വീട്ടുകാർ ഒരു ഗ്രാമപ്രദേശത്തുള്ളവരായതുകൊണ്ട് ഇവനെ പള്ളിയിലച്ഛനാക്കണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. അവർക്കൊരു കുറച്ച് ഇതിനൊക്കെ വേണ്ടി, ഒരു സ്റ്റാറ്റസിന് വേണ്ടി. പക്ഷേ ഇവൻ വലുതായി കഴിഞ്ഞപ്പോൾ ടൂറിസ്റ്റുകൾ ഇവൻ്റെ നാട്ടിലേക്ക് വന്നുണ്ട്. അപ്പോൾ ഇവൻ പറഞ്ഞു എനിക്കും ഇങ്ങനെ യാത്രകൾ പോകണം. അപ്പോൾ ഇവൻ്റെ അപ്പം പറയും ഈ നാട് ഏറ്റവും സുന്ദരമായതുകൊണ്ട് അവരിങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇവർ പറയില്ല എനിക്ക് അവരുടെ നഗരങ്ങളിൽ പോകണം. അപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് അത്രയും സ്വത്തൊന്നുമില്ല ടൂറിസ്റ്റായിട്ട് നടക്കാനുള്ള, അങ്ങനെ എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ നീ ഒരു ആട്ടിടയൻ ആവാൻ പറയും. അങ്ങനെ ആട്ടിടയൻ ഷെപ്പേർഡ്. ഇപ്പോൾ ഇങ്ങനെ അവനൊരു മരത്തിൻ്റെ ഇപ്പോൾ അവൻ ആട്ടിടയനായി ഇങ്ങനെ നാട് ചുറ്റി നടക്കുമ്പോൾ ഒരു മരത്തിൻ്റെ കീഴിൽ കിടന്നുറങ്ങുമ്പോൾ അവനൊരു സ്വപ്നം കാണും. ഈജിപ്തിൻ്റെ പിരമിഡിൻ്റെ അടിയിൽ അവിടെ പോയി ഡിഗ് ചെയ്ത് കഴിഞ്ഞാൽ അവന് സ്വർണം കിട്ടുമെന്നൊരു സ്വപ്നം കാണും. അപ്പം അങ്ങനെ ഇവനൊരു ജിപ്സി ലേഡിയുടെ അടുത്ത് പോയിട്ട് അവൾ കൈ വായിക്കും, ഇങ്ങനെ സ്വപ്നം നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് കിട്ടുമെന്ന് പറയും. ഇപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ആ യാത്രയിലേക്ക് കയറും. യാത്രയിൽ ഭയങ്കര തടസ്സങ്ങളുണ്ടാവും, ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ. ആ അതെല്ലാം കഴിഞ്ഞിട്ട് പോകും, മുന്നോട്ട് തന്നെ പോകും. അതിനുശേഷം ഒരു പോയിന്റിലെത്തുമ്പോൾ ഇവനൊരു പെണ്ണുമായിട്ട് പ്രേമത്തിലാവും, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതുമാത്രമല്ല അവന് കുറേ സ്വർണം കിട്ടും, ഇവനെ ഭയങ്കര സമ്പന്നനാക്കുന്ന സ്വർണം കിട്ടും. എന്നിട്ട് ആൽക്കെമിസ്റ്റിൻ്റെ അടുത്ത്, ഇപ്പോൾ ആൽക്കെമിസ്റ്റ് എന്നാലും ഇവൻ്റെ യാത്ര എത്തിയിട്ടില്ല. ഇവൻ യാത്ര തുടങ്ങിയത് എവിടെ എത്താനായിട്ടാണ്? ഈജിപ്തിലെത്താനായിട്ടാണ്, സ്വർണത്തിന് വേണ്ടി. ഇപ്പോൾ ഇവൻ ആൽക്കെമിസ്റ്റിൻ്റെ അടുത്ത് പറയും ഇനി ഞാൻ ആ യാത്ര പോകേണ്ട കാര്യമുണ്ടോ? എനിക്ക് ഓൾറെഡി കിട്ടേണ്ട പെണ്ണിനെയും, എനിക്ക് ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെയും കിട്ടി, എനിക്ക് ഇത്രയും സ്വത്തുമായി, പിന്നെ ഇതിനു വേണ്ടി പോകേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ആൽക്കെമിസ്റ്റ് പറയും ഓക്കെ നീ ഈ യാത്ര ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ നിനക്ക് ഈ പെണ്ണിനെ കിട്ടും, നിനക്ക് നല്ല സമ്പത്തും ഉണ്ടാവും. 1 വർഷം കഴിയുമ്പോഴത്തേക്കും നീ നേരത്തെ കണ്ട സ്വപ്നങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളും പിന്നെ നിന്നെ അതിലേക്ക് ഇങ്ങനെ വലിക്കാൻ തുടങ്ങും, അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ സ്വപ്നവും പരിപാടിയും കാണലൊക്കെ നീ നിന്നുപോകും. പിന്നെ ജീവിതകാലം മൊത്തം നീ റിഗ്രറ്റ് അടിച്ച് ജീവിക്കേണ്ടി വരും. നീ അവളെ റിസെന്റ് ചെയ്യും, കാരണം അവൾ കാരണം നീ പോവാതിരുന്നേ. അവൾ എപ്പോഴും സാഡായിരിക്കും, കാരണം അവളുടെ മനസ്സിലും നീ അവൾ കാരണം പോവാതിരുന്നേ എന്നുള്ളൊരു തോന്നൽ വരും. ഇപ്പം നിനക്ക് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടായി പോയത് കൊണ്ട് ഇതിനൊരൊറ്റ സൊല്യൂഷനുള്ളൂ, യു ഹാവ് ടു ഗോ ത്രൂ വിത്ത് ഇറ്റ്. അഡ്വേഴ്സിറ്റീസിൽ മാത്രമല്ല, സ്വപ്നത്തിലെത്തിയില്ലെങ്കിൽ വേറെ എന്ത് കിട്ടിയാലും അതും കഴിഞ്ഞ് ഇതിലേക്ക് ശേഷം അത് സീനാട്ടോ. നമ്മള് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യണമെന്ന് നമുക്ക് പല സ്വപ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും
വി ഓൾവേസ് തിങ്ക് എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ബിക്കോസ് ദർ ഈസ് പീപ്പിൾ ഹൂ ഡിപ്പെൻഡ് ഓൺ മീ ഹൂസ് ലുക്ക് അപ്പ് ടു മീ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസ്ക് നമ്മൾ അന്നേരം എടുക്കണോ? You have to believe your gut. പക്ഷേ ദർ ഈസ് ഓൾവേസ് എ ചാൻസ്. അല്ല, അത് ഞാനിപ്പോൾ ഒരു ഐ റീസെൻ്റ്ലി ഹാഡ് എ കോൺവെർസേഷൻ വിത്ത് മൈ മോം ആൻഡ് ഡാഡ്. ഓക്കെ, എൻ്റെ അപ്പൻ സൗദിയിൽ നിന്ന് എടുത്തു വന്നപ്പോൾ പുള്ളിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ഓക്കെ, ബട്ട് പുള്ളിക്ക് I think we talked last time. ക്യാഷ് റിട്ടയർമെൻ്റ് ഇല്ല. ക്യാഷ് റിട്ടയർമെൻറ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിലാണെങ്കിൽ ഒരു കോടി 2 കോടി രൂപ നാട്ടിൽ FD ഇടുവാണെങ്കിൽ ഒരു 8% പലിശ, വിച്ച് മീൻസ് 16 lakhs കിട്ടും. ആൻഡ് ദേ ക്യാൻ ലിവ് വിത്തൗട്ട് വർക്കിംഗ്.